സാധാരണക്കാരനായ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കുമെല്ലാം പ്രിയപ്പെട്ട ബാലൻ മാഷ്. അയാളുടെ കുടുംബത്തിൽ തലമുറകളായ ആണുങ്ങൾക്ക് ഒരു പ്രത്യേക പ്രായത്തിൽ ഭ്രാന്ത് വരാറുണ്ടെന്ന ഒറ്റ കാരണത്താൽ ബാലൻ മാഷിന്റെ ചെറിയൊരു ദേഷ്യം പോലും ഭ്രാന്തിന്റെ ലക്ഷണമായി സമൂഹം വ്യാഖ്യാനിക്കാൻ തുടങ്ങുകയാണ്. അയാൾക്ക് യാതൊരു കുഴപ്പവുമില്ലെന്ന് അയാൾക്ക് മാത്രമല്ല, കാഴ്ചക്കാരായ നമുക്കും അറിയാം. എന്നാൽ ചുറ്റുമുള്ളവർ, ഒടുവിൽ സ്വന്തം ഭാര്യയും നാട്ടുകാർ പോലും അയാളെ ഭയത്തോടെയും സംശയത്തോടെയും നോക്കുമ്പോൾ, ഒരു മുറിക്കുള്ളിൽ അയാളെ ചങ്ങലക്കിടുമ്പോൾ ആ പച്ചയായ മനുഷ്യൻ അനുഭവിക്കുന്ന വലിയൊരു നിസ്സഹായതയുണ്ടല്ലോ, അത് സ്ക്രീനിൽ കാണുമ്പോൾ നമ്മുടെ നെഞ്ച് പിടയും. മമ്മൂട്ടി എന്ന നടൻ ബാലൻ മാഷായി ക്യാമറയ്ക്ക് മുന്നിൽ ജീവിക്കുകയായിരുന്നില്ല, മറിച്ച് ആ കഥാപാത്രത്തിന്റെ വേദനയും ഭയവും മുഴുവൻ നമ്മുടെ ഉള്ളിലേക്ക് പകരുകയായിരുന്നു. ഒരു സ്ക്രിപ്റ്റ് എന്ന നിലയിൽ ഇതിലെ ഏറ്റവും വലിയ ബ്രില്യൻസ് നായകനെ തകർക്കുന്നത് പുറത്തു നിന്നുള്ള വില്ലന്മാരല്ല, മറിച്ച് അയാളെ സ്നേഹിക്കുന്ന, അയാളുടെ നന്മ ആഗ്രഹിക്കുന്ന സ്വന്തം കുടുംബവും സമൂഹവുമാണ് എന്നതാണ്. ഒരു കഥാപാത്രത്തിന്റെ വീഴ്ച എങ്ങനെ ഇമോഷണലി ബിൽഡ് ചെയ്യാമെന്ന് ലോഹിതദാസ് ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. ഓരോ സീൻ കഴിയുന്തോറും ബാലൻ മാഷ് സ്വന്തം വീട്ടിൽ പോലും ഒറ്റപ്പെടുകയാണ്. എനിക്ക് ഭ്രാന്തില്ല, എന്നെ ഭ്രാന്തനാക്കരുതേ എന്ന് അയാൾ സ്വന്തം ഭാര്യയുടെ കാല് പിടിച്ച് കരയുമ്പോഴും ആരും വിശ്വസിക്കുന്നില്ല. ഒടുവിൽ യാതൊരു കുഴപ്പവുമില്ലാത്ത ആ മനുഷ്യന്റെ സമനില തെറ്റിച്ചും സമൂഹം അയാളെ ശരിക്കും ഒരു ഭ്രാന്തനാക്കി മാറ്റുന്ന ആ ഡാർക്ക് സൈക്കോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ റൈറ്റിംഗിന്റെ വലിയൊരു വിജയമാണ്. സിനിമയുടെ ക്ലൈമാക്സ് ലോക സിനിമയിൽ തന്നെ പകരം വെക്കാനില്ലാത്ത ഒന്നാണ്. തന്റെ മകൻ നാളെ ഒരു ഭ്രാന്തനായ തെരുവിൽ അലയാതിരിക്കാൻ, കല്ലേറ് കൊള്ളാതിരിക്കാൻ അവനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അമ്മ ചോറിൽ വിഷം കലർത്തി നൽകുന്നു. ആ രംഗം എല്ലാം അറിഞ്ഞുകൊണ്ട് മരിക്കാനായി അമ്മ തരുന്ന ആ ചോറിലുള്ളകൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ ചിരിച്ചുകൊണ്ട് വാങ്ങിക്കഴിക്കുന്ന ബാലൻ മാഷെ കണ്ട് കണ്ണു നിറയാത്ത ഒരു സിനിമാ പ്രേമിയും ഉണ്ടാകില്ല. ജോൺസൺ മാസ്റ്ററുടെ ഹൃദയം തകർക്കുന്ന പശ്ചാത്തല സംഗീതം കൂടി ആകുമ്പോൾ തനിയാവർത്തനം നമ്മളെ വല്ലാതെ വേട്ടയാടും. ഒരു വ്യക്തിയുടെ സൈക്കോളജിയെ സമൂഹം എങ്ങനെ അടിച്ചമർത്തുന്നു എന്ന് പഠിക്കാൻ, ഇമോഷണലി കാഴ്ചക്കാരെ എങ്ങനെ ഒരു കഥയുമായി ആഴത്തിൽ കണക്ട് ചെയ്യിപ്പിക്കുക എന്ന് മനസ്സിലാക്കാൻ ഇതിൽ മികച്ചൊരു സ്ക്രിപ്റ്റ് റെഫറൻസ് വേറെ ഉണ്ടാവില്ല.